നമസ്കാരം. ന്യൂസ് 3ലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പാലക്കാട് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ്സുകാരൻ അർജുന്റെ ആത്മഹത്യയുടെ ഞെട്ടലിലാണ് നമ്മളെല്ലാവരും. സ്കൂളിലെ പ്രധാനാധ്യാപികയെയും ക്ലാസ് ടീച്ചറെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു എന്നതിലുപരി കുട്ടികളുടെ ഇത്തരം മാനസിക സമ്മർദ്ദത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട സമയമാണ്. ആ വേദന മാറും മുൻപ് ആലുവയിൽ നിന്ന് 9ാം ക്ലാസ്സുകാരനെ കാണാതായി എന്ന വാർത്തയും നമ്മെ തേടിയെത്തി. ഞാൻ പോകുന്നു, എന്നെ അന്വേഷിക്കേണ്ട എന്ന കത്തെഴുതി വെച്ചാണ് ആ കുട്ടി വീട് വിട്ടത്. അവനായി ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് തിരുവനന്തപുരത്തേക്കാണ് ആ കുട്ടി വന്നിട്ടുള്ളത് എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഈ ന്യൂസ് 3 തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങളോട് എല്ലാവരോടുമുള്ള ഒരു അഭ്യർത്ഥന, നിങ്ങളുടെയൊക്കെ ഫോണിലെ ഫീഡിലേക്ക് അവൻ്റെ ഫോട്ടോ വന്നിട്ടുണ്ടാകും. ആ ഫോട്ടോയിൽ കാണുന്ന കുട്ടിയെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടതായി നിങ്ങൾക്ക് സംശയം തോന്നുകയാണെങ്കിൽ ആ നമ്പറിലേക്ക് ദയവ് ചെയ്ത് വിളിക്കുക. അവരുടെ അമ്മയും അച്ഛനും ഒക്കെ വീട്ടിൽ കാത്തിരിക്കുകയാണ്. ആ കുട്ടിക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. നമ്മുടെ കുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്കൊപ്പം അതിഥികളായി സൈക്കോളജിസ്റ്റും ഡൂൺ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പലുമായ ലക്ഷ്മി നായർ, സൈക്കോളജിസ്റ്റും അധ്യാപികയുമായ കെ അജില എന്നിവർ ചേരുന്നു. സ്വാഗതം രണ്ടുപേർക്കും ന്യൂസ് 3യിലേക്ക്. ഞാൻ ആദ്യം ശ്രീമതി ലക്ഷ്മിയിലേക്കാണ് പോകുന്നത്. ശ്രീമതി ലക്ഷ്മി, നമ്മളെല്ലാവരും ഒരുപാട് നേരത്തെയും ഒക്കെ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണെങ്കിലും ഈ ആത്മഹത്യ എന്നൊക്കെ പറയുന്നത് ഉൾക്കൊള്ളാൻ പോലും നമുക്കാകുന്നില്ല. അപ്പോൾ അവരുടെയൊക്കെ മാതാപിതാക്കളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു കുട്ടി അവൻ മാനസികമായി പ്രശ്നത്തിലാകുന്നു. സ്കൂളിൽ അവനെ ആരും കേൾക്കുന്നില്ല, വീട്ടിൽ അവനെ ആരും കേൾക്കുന്നില്ല. ആ സാഹചര്യത്തിൽ ജീവൻ ഒടുക്കാൻ തീരുമാനിക്കുകയാണ്. അർജുൻ്റെ ആത്മഹത്യ നമ്മുടെ മുന്നിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. എന്താണ് താങ്കൾക്ക് ആമുഖമായി പറയാനുള്ളത്? എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാം, അഫ്കോഴ്സ് ഇതൊരു നമുക്ക് ഈ പറഞ്ഞതുപോലെ സഹിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. അപ്പം ഒരു അമ്മ എന്ന നിലയിലും ഒരു ടീച്ചർ, ഒരു സ്കൂൾ നടത്തുന്ന ഒരു വ്യക്തി, പിന്നെ സമൂഹത്തിലൊരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് ഏറ്റവും പറയാനുള്ളത്, നമുക്ക് ടീനേജ് പ്രായത്തിൽ എങ്ങനെയാണ് കുട്ടികൾക്ക് ഈ സൂയിസൈഡിന്റെ പ്രവണത വരുന്നത്? അവരുടെ ഈ ടീനേജ് എന്ന് പറയുന്നത് തന്നെ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പീരീഡ് ആണ്. ഇമോഷണലായിട്ടും ഫിസിക്കലായിട്ടും സോഷ്യലായിട്ടും ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുന്ന ഒരു സമയമാണ്. അപ്പം അവരുടെ സെൽഫ് ഇമേജ്, അവരുടെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ബന്ധങ്ങള് എല്ലാം അവർക്ക് ഒരുപാട് ആവലാതി തോന്നുന്ന ഒരു സമയമാണ്. അപ്പൊ ചുറ്റുമുള്ളവർ, അതായത് സ്കൂളാണെങ്കിൽ സ്കൂള്, ടീച്ചേഴ്സ്, ഫ്രണ്ട്സ്, പ്രിൻസിപ്പള്, ഫാമിലി, എല്ലാ പേരും അവരെ മനസ്സിലാക്കി അവരെ ശരിയായ പാതയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഏറ്റവും ബാലൻസോട് കൂടി ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സമയമാണ്. ഈ കുഞ്ഞ് മരിച്ചത് ഒരു ടീച്ചർ വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അത് കഴിഞ്ഞിട്ടാണ് മരിച്ചതെന്നാണ് നമ്മൾ അറിയുന്നത്. അപ്പൊ അത്ര നമ്മളൊരു ടീച്ചർ വഴക്ക് പറഞ്ഞു അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞപ്പോഴത്തേക്കും നേരെ സൂയിസൈഡ് ചെയ്തു എന്ന് പറയുന്നത് എവിടെയോ ഒരിടത്ത് കുഞ്ഞിന്റെ കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ഒക്കെ ക്ലോസ്ഡ് ആയിപ്പോയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവന് പോയി അപ്രോച്ച് ചെയ്യാനോ അവന് പോയി ഈ വിഷമം പറയാനോ ആരും ഇല്ലാതായിപ്പോയി. അവൻ ഒറ്റപ്പെട്ടു പോയി. അങ്ങനെ അവൻ ഈ പറഞ്ഞ പോലെ ഹി കേവ്ഡ് ഇൻ. അവൻ ജസ്റ്റ് അങ്ങ് ഗിവ് അപ്പ് ചെയ്തു എന്നുള്ളതാണ്. അതാണ് ഇതില് ഏറ്റവും സാഡ് ആയിട്ടുള്ള കാര്യം, ഏറ്റവും വിഷമം വരുന്ന ഒരു കാര്യം അതാണ്. ആ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതിന്റെ ഹോൾ ചർച്ച നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മൾ സമൂഹം മുഴുവനും അതാണ് ആലോചിക്കേണ്ടത്. അവന് ആരും ഇല്ലാതായിപ്പോയി. അങ്ങനെ അവൻ തീരുമാനിച്ചത് അവൻ ആരും ഇല്ല, അവനങ്ങ് പോയിക്കളയാന്നുള്ള തീരുമാനത്തിലാണ് അവൻ എന്ത് പ്രശ്നം, അവന്റെ സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നമ്മൾ ആലോചിച്ചില്ലെങ്കിലും ആ സമയത്ത് ഇങ്ങനെ ഒരു വിഷമം വന്നപ്പോ അവൻ അത് വെച്ച് പോയി പറയാൻ ആളില്ലാതായിപ്പോയി. അതാണ് ഇതിന്റെ ഒരു പശ്ചാത്തലം. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീമതി കെ അജിലയിലേക്ക് കൂടി ഞാൻ പോവുകയാണ്. അജില, നമ്മൾ സംസാരിക്കുമ്പോൾ ഇതിൻ്റെ 3 തലങ്ങളെക്കുറിച്ച് കൂടി സംസാരിക്കണം. ആ കുഞ്ഞിൻ്റെ ഭാഗത്ത് നിന്നാണ് ഇപ്പോൾ ശ്രീമതി ലക്ഷ്മി സംസാരിച്ചത്. അവൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിക്കണം, അധ്യാപികയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കണം, ഒപ്പം മാതാപിതാക്കളുടെ, അവൻ്റെ അമ്മയുടെ ഭാഗത്ത് നിന്ന് കൂടി ചിന്തിക്കണം. ഇത്തരത്തിൽ 3 തലങ്ങളിൽ നിന്ന് ഇതിനെ നോക്കുമ്പോൾ ആർക്ക് എവിടെയാണ് വീഴ്ച പറ്റിയത്, അല്ലെങ്കിൽ എവിടെയാണ് നേരത്തെ ലക്ഷ്മി പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ പ്രശ്നമുണ്ടായത്, അവിടെ കട്ടായത് എന്നുള്ളതാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഈ ഒരു വിഷയത്തിൽ ആദ്യമേ നമ്മളെ എല്ലാവരെയും വല്ലാതെ വേദനിപ്പിച്ചൊരു വിഷയമാണ്. അതിന് എവിടെയാണ് പ്രശ്നം ഉണ്ടായത് എന്ന്
പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രാഥമിക ഘട്ടത്തിലാണ് ഈ കേസ് നിൽക്കുന്നത്. നമുക്ക് അതിന്റെ ശരി തെറ്റുകളിലേക്ക് കടക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ ഇപ്പൊ ഇല്ല. അതിന് അന്വേഷണം നടക്കണം. പക്ഷെ നേരത്തെ എന്റെ സഹ പാനലിസ്റ്റ് പറഞ്ഞതുപോലെ ഈ 9ാം ക്ലാസ് എന്ന് പറയുന്നത് അഡോളസൻസിന്റെ ഒരു വലിയ പീക്ക് ടൈമാണ്. അവർ ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്നത്, കുട്ടികൾ ഒരു ട്രാൻസിഷൻ പ്രശ്നം അനുഭവിക്കുന്ന ഒരു ക്ലാസ് ആണ്, അല്ലെങ്കിൽ ആ ഒരു സമയമാണ് 9ാം ക്ലാസ്. അത് നമുക്ക് എല്ലാവർക്കും, ക്ലാസ്സിൽ പോകുന്ന അധ്യാപകർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെയാണ് അധ്യാപകര് ഇടപെടുന്നതും. അപ്പൊ എന്ത് ആണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് അന്വേഷണത്തിൽ നിന്ന് മാത്രം ആണ് നമുക്ക് അതിനെക്കുറിച്ച് വിവരം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുക. പക്ഷെ ഇതിലൊരു കാര്യം പറയാനുള്ളത്, അധ്യാപിക എന്ന നിലയിലും അല്ലെങ്കിൽ ഇതില് അധ്യാപകരും ഇപ്പൊ സ്കൂളിൽ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കുട്ടി സ്വയം മരിക്കാൻ തീരുമാനിക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് വലിയ വിഷമം അധ്യാപകർ എന്നുള്ള നിലയിലുണ്ടാവും. അതുപോലെ തന്നെ സ്വന്തം മക്കൾക്ക് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവുമ്പോൾ വീട്ടുകാർക്കും അതുപോലെ തന്നെ വലിയ വിഷമങ്ങൾ ഉണ്ടാവും. ഇത് ചൂണ്ടുന്നത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകത്തിലേക്കാണ്. അതായത് കുട്ടികൾക്ക് നേരത്തെ സഹപാനലിസ്റ്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ അപ്രോച്ചബിൾ ആയിരിക്കണം, അധ്യാപകരായാലും രക്ഷിതാക്കളായാലും. ഈ രണ്ട് ഭാഗത്തു നിന്നും അവർക്ക് കൃത്യമായി അവരുടെ പ്രശ്നങ്ങൾ സൂചിപ്പിക്കാനും അവർക്കൊരു താങ്ങും കിട്ടും എന്നുള്ള ഒരു ബോധ്യം അവർക്ക് ഉണ്ടാവണം. അതാ ഈ ഒരു പർട്ടിക്കുലർ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയില്ല. പക്ഷെ അത് രണ്ടും ഉണ്ടാവുമ്പോഴാണ്, പരസ്പര പൂരകമാണ്. പാരന്റിങ്ങും വളരെ പ്രധാനമാണ്, അതുപോലെ തന്നെ അധ്യാപകരും വളരെ പ്രധാനമാണ്. പക്ഷെ അതിന്റെ പേരിൽ മുഴുവൻ സ്കൂളുകളെയും അധ്യാപകരെയും എല്ലാം ജനറലൈസ് ചെയ്ത് എല്ലാ അധ്യാപകരും ഇങ്ങനെയാണ് എന്ന് പറയുന്ന രീതിയിൽ ഒരു പ്രചരണം ഉണ്ടാവുമ്പോൾ അത് യഥാർത്ഥത്തിൽ അധ്യാപകരുടെ ആത്മാർത്ഥതയെ, അധ്യാപകരുടെ ആത്മവിശ്വാസത്തെ ഒക്കെ ബാധിക്കും. കുട്ടികളുടെ ഓരോ പ്രശ്നത്തിലും ഇടപെടുകയും അവരുടെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് പരിഹരിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് ഭൂരിഭാഗം അധ്യാപകരും. അവർക്ക് ആവശ്യമായ എല്ലാ സമയങ്ങളിലും ഇടപെടുന്ന ആളുകളാണ്. അപ്പോ ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ എല്ലാവരും കോണിൽ നിന്നും ഒരുമിച്ച് ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ അത് അധ്യാപകരുടെ ഒരു ആത്മവിശ്വാസത്തിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഓരോ പർട്ടിക്കുലർ കേസും എന്താണ് അതിന്റെ പ്രശ്നം എന്ന് കണ്ടെത്തി പരിഹരിക്കേണ്ടതാണ്. അതിലൊരു ജനറൽ ആയിട്ടുള്ള ഒരു ഘടകം എന്നുള്ളത് അധ്യാപകരായാലും രക്ഷിതാക്കളായാലും കുട്ടികൾക്ക് ഓപ്പൺ ആയിരിക്കണം, അപ്രോച്ചബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. ശരി, ശ്രീമതി ലക്ഷ്മി, ഈ പറഞ്ഞെടുത്ത് നിന്ന് തുടങ്ങാം. നമ്മൾ രക്ഷിതാക്കളായും പല ടീച്ചേഴ്സും രക്ഷിതാക്കൾ കൂടി ആയിരിക്കും, അവർക്കും മക്കളുണ്ടായിരിക്കും. അത് മെയിലാണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും അവർക്ക് വീട്ടിൽ മക്കളുള്ളവരായിരിക്കും ഏറെയും പഠിപ്പിക്കുന്നത്. അപ്പോൾ സ്വന്തം മക്കളെപ്പോലെ കണ്ട് ചിലപ്പോൾ വഴക്ക് പറയുന്ന ടീച്ചർമാരുണ്ടാകും. പക്ഷെ നമ്മൾ ഈ കാലം അത് വളരെ പ്രധാനപ്പെട്ടതല്ലേ? നമ്മുടെ കാലമല്ല, പഴയ കാലമല്ല എന്നൊക്കെ എപ്പോഴും നമ്മൾ പറയാറുണ്ട്. അത് അധ്യാപനത്തിലായാലും പാരൻറ്റിങ്ങിലായാലും അത് വളരെ പ്രധാനപ്പെട്ടതല്ലേ? കാരണം നമ്മളെ പലപ്പോഴും നമ്മുടെയൊക്കെ കാലത്ത് ഒരു അടി കിട്ടിയാൽ വീട്ടിൽ പോലും വന്ന് പറയില്ല, നമ്മൾ അവിടെ നിന്നുകൂടി നമുക്ക് അടി കിട്ടും, അതുകൊണ്ട് നമ്മൾ വന്ന് പറയില്ല. പക്ഷേ ഇപ്പോൾ ഒരു കുട്ടിയെ തൊട്ടാൽ ചിലപ്പോൾ അത് വലിയ കേസാകും, ബാലാവകാശ കമ്മീഷനിലേക്ക് കാര്യങ്ങൾ നീങ്ങും, അങ്ങനെ വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് ഈ കാലം മാറിയത്, അതനുസരിച്ച് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എവിടെ നിന്നാണ് ഇതിനൊരു തുടക്കം വരേണ്ടത്? ഒന്ന്, നമുക്ക് ടീച്ചറിനായാലും പേരൻസിനായാലും ഒരു ജനറലി ഒരു അവയർനെസ് വേണം. ഇപ്പം ശരിയാണ് പറഞ്ഞതുപോലെ കാലം മാറിയതിനൊപ്പം ഒരുപാട് ഇൻഫർമേഷൻ ഓവർലോഡ് ഉണ്ട്. അതായത് കുട്ടികൾക്ക് അറിയേണ്ടതും അറിയേണ്ടാത്തതുമായ ഒരുപാട് കാര്യങ്ങൾക്ക് ഈസിലി ആക്സസിബിൾ ആണ്. ഇപ്പൊ ടൈപ്പ് ചെയ്ത് ഞാൻ സൂയിസൈഡ് എങ്ങനെ കമ്മിറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഗൂഗിളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു AI ഇതുവഴിയോ പല ലിസ്റ്റ് നമുക്ക് കിട്ടും. എവറിത്തിങ് ഈസ് അവൈലബിൾ, എല്ലാം അവൈലബിൾ ആണ്. അപ്പൊ അതുപോലെ സ്കൂളിൽ അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികളുടെ മനസ്സിൽ കൂടെ പലതരം ചിന്തകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ മനസ്സിലാക്കിയത്, ഈ കുട്ടി ഇൻസ്റ്റാഗ്രാമിൽ എന്തോന്നോ പോസ്റ്റ് ചെയ്തു, ആർക്കോ കൊടുത്തു, അത് ഒബ്ജക്റ്റ് ചെയ്തു, അവര് സ്കൂളിൽ വന്ന് കംപ്ലൈന്റ് ചെയ്തു. അങ്ങനെ കംപ്ലൈന്റ് ചെയ്തപ്പോൾ അതൊരു ഇഷ്യൂ ആയി. അപ്പൊ ഈ ടീച്ചർ വഴക്ക് പറഞ്ഞു എന്നുള്ളതാണ് ഫൈനൽ ട്രിഗർ. ഒബ്വിയസ്ലി അതിന്റെ അർത്ഥം ഇതിനു മുമ്പേ ട്രിഗേഴ്സ് ഉണ്ട്. അതായത് ഈ കുട്ടി കുറച്ച് ദിവസമായിട്ട് ഒരുപാട് സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതായത് മാനസികമായിട്ട്. ആ കുട്ടിയുടെ അമ്മാവൻ എന്റെ ഒരു ഇന്റർവ്യൂ ഒരു ചാനലിൽ പറയുന്നത് കേട്ടു.
പിന്നെ ഞാൻ ഞാൻ ഗുണദോഷിച്ചു അവനെ. പിന്നെ അവൻ ഇന്നലെ പറഞ്ഞതാണ് ഇനി അവൻ ഒരു ഇതും തെറ്റും ചെയ്യില്ല എന്ന് അപ്പൊ അതുവരെ എത്തണമെങ്കിൽ വീട്ടിലും ഇതൊരു ചർച്ചാ വിഷയമായിരുന്നിരിക്കണം, ഈ ഒരു സംസാരം നടന്നിരിക്കണം. പിന്നെ ഈ ടീച്ചർ പറഞ്ഞത് പിന്നെ ഇങ്ങനെ നീ ചെയ്യരുത്, ചെയ്താൽ പിന്നെ അതിന്റെ ബാഡ് ഇമ്പാക്ട് ഉണ്ടാവുന്നത്. അത് എന്റെ ഒരു അഭിപ്രായം എന്താന്ന് വെച്ചാല് ടീച്ചറിന് പറയാം, ടീച്ചറിന് ഗുണദോഷിക്കണം. പക്ഷേ ഈ കുട്ടിയുടെ ഒരു ഐഡന്റിറ്റി, അല്ലെങ്കിൽ ഇവനാണ് അത് ചെയ്തെങ്കിൽ അവർ പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളാണ് ചെയ്തു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അവരെ വിളിച്ച് അവരെ ഉപദേശിച്ച് നോക്ക്, ഇങ്ങനെ ചെയ്തോ, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇതിന് ഒരുപാട് ആപത്തുകളുണ്ട്, നീ ഇങ്ങനെ ചെയ്താൽ എല്ലാവർക്കും നിനക്ക് അറിയാമോ, അത് പോലീസിലെങ്ങാനും പോയാൽ ഭയങ്കര ഇഷ്യൂ ആവും, അതുകൊണ്ട് ഇങ്ങനെയൊന്നും ഇടപെടുന്നത് അതിനുള്ള ആയിട്ടില്ല, നമുക്ക് നിനക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു തോന്നൽ വരികയാണെങ്കിൽ നമുക്ക് കുറച്ച് കഴിയും, ഇപ്പൊ നീ ഫോക്കസ് ചെയ്യുന്ന പഠിത്തത്തിൽ ഫോക്കസ് ചെയ്തൊരു വലിയ കുറ്റമൊന്നും അല്ല, പക്ഷെ ടീച്ചർ പറയാണ് ഒന്ന് ചെയ്യരുത് കേട്ടോ, അങ്ങനെ എന്തെങ്കിലും നിനക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വരണം, നീ അത് എക്സ്പ്രസ് ചെയ്യുക, നീ അത് വേറെ ഒരു രീതിയിൽ എക്സ്പ്രസ് ചെയ്യുക. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നീ പറയുമ്പോൾ വേറെ ഇപ്പൊ കണ്ടില്ലേ അവര് തന്നെ പരാതി പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരു ടീച്ചറിന് എപ്പോഴും അമ്മയുടെ അടുത്ത സ്ഥാനമാണ്. അപ്പൊ ഒരു പക്ഷേ ഇതൊരു ഫൈനൽ ട്രിഗർ ആവാൻ കാരണം എന്താന്ന് വെച്ചാൽ പബ്ലിക്കായിട്ട് അതാണ് അവിടെയാണ് അതിന്റെ പ്രാധാന്യവും ശ്രീലക്ഷ്മി. ഞാൻ അതിലേക്ക് വരികയായിരുന്നു ശ്രീമതി ലക്ഷ്മി. കാരണം അത് ഇപ്പോൾ താങ്കൾ പറഞ്ഞൊരു ടോൺ ഉണ്ട്, ആ ടോണിൽ അവനോട് പേഴ്സണലി വിളിച്ചു പറയുകയാണ്, അവനും ടീച്ചറും മാത്രമായിരുന്നു എങ്കിൽ അവൻ ഈ ഒരു താങ്കൾ പറഞ്ഞ ട്രിഗർ അവിടെ കിട്ടില്ലായിരുന്നു, അല്ലെങ്കിൽ അവൻ അവിടെ അത് തീർക്കുമായിരുന്നു. ടീച്ചറിനോട് അവൻ ചിലപ്പോൾ ഒന്ന് പൊട്ടിക്കരഞ്ഞേനെ. അമ്മയെ പലതവണ വിളിച്ചു, ടീച്ചർ ഈ പറഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് അമ്മയെ പലതവണ വിളിച്ചു, അമ്മ ഫോൺ എടുത്തില്ല. അതൊക്കെ ആയപ്പോഴാണ് കുഞ്ഞിനെ എന്ത് ചെയ്യണമെന്നറിയാതെയാണ് ഇത് ചെയ്തിരിക്കുന്നത്, ഈ ആത്മഹത്യയിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ അവിടെ ടീച്ചറിന്റെ ഭാഗത്ത് തെറ്റുണ്ട്. അതെ, ഇങ്ങനെയാണ് ഈ വസ്തുതകളൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ പറഞ്ഞത് എല്ലാം ഇങ്ങനെയാണ് അതിന്റെ സീക്വൻസ് ഓഫ് ഈവൻസ് എങ്കിൽ ആ ടീച്ചർ ചെയ്തത് തെറ്റാണ്. എത്ര സദുദ്ദേശത്തോടു കൂടിയാണെങ്കിലും ആ ഒരു പെർട്ടിക്കുലർ വേ, ആ മെത്തേഡ് വാസ് റോങ്. കാരണം കുട്ടികൾക്ക് ആ പ്രായത്തിൽ പ്രത്യേകിച്ച് അവര് ചൈൽഡ്ഹുഡിന്റെയും അഡൽട്ട്ഹുഡിന്റെയും ഇടയിൽ നിൽക്കുന്ന പ്രായമാണ്, അവിടെയല്ല ഇവിടെയല്ല. അപ്പൊ നമ്മളൊക്കെ ആ പ്രായത്തിൽ കൂടി കടന്നു വന്നവരാണ്. ഈ ടീച്ചറായിട്ട് ഇരിക്കുന്നവരും അഡോളസൻസ് ക്രോസ് ചെയ്തവരാണ്, അല്ലെങ്കിൽ പ്രിൻസിപ്പൾ ആണെങ്കിലും ആ അഡോളസൻസ് ക്രോസ് ചെയ്തവരാണ്. അപ്പൊ അറിയാം, കുട്ടികളെ ജഡ്ജ്മെന്റ് ഇല്ലാതെ അവര് പറയുന്നത് കേൾക്കാൻ പറ്റണം, അവർക്ക് ഫീലിങ്സ് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റണം. അതിനൊരു ഹിയറിംഗ് ഒരു വിൻഡോ ആയിരിക്കണം നമ്മള്. അതുപോലെ എന്തെങ്കിലും അങ്ങനെ ഒരു ടീച്ചർ സംസാരിച്ച ഇഷ്യൂ ഉണ്ടെന്ന് തോന്നിയാൽ പ്രൊഫഷണൽ ഹെൽപ്പ് അഥവാ ആവശ്യം വന്നാൽ അത് എടുക്കാൻ സഹായിക്കുക, അല്ലെങ്കിൽ സ്കൂളിന് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അത് സഹായിക്കുക. ഞാൻ ഒരിടത്ത് കേട്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടി പറയുന്നതാണ്, ടീച്ചറിന് എപ്പോഴും അവനോട് ദേഷ്യമാണ്, അല്ലെങ്കിൽ എപ്പോഴും റൂഡായിട്ട് ഉണ്ടാവാം. അങ്ങനെ ഒരു നേരത്തെ എന്റെ കോ പാനലിസ്റ്റ് പറഞ്ഞതുപോലെ എല്ലാ ടീച്ചേഴ്സും മോശക്കാരല്ല, ഭൂരിപക്ഷം പേരും ഒരുപാട് ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്നവരാണ്. അപ്പൊ ഐ എം ഷുവർ ഈ ടീച്ചറും ആത്മാർത്ഥത കുറവ് കൊണ്ടല്ല, എനിക്ക് തോന്നുന്നു അറിവ് കുറവ് കൊണ്ടാണ്. അതായത് എല്ലാവർക്കും അതൊരു പാഠമായിരിക്കട്ടെ, അല്ലെങ്കിൽ എല്ലാരെയും നമ്മൾ ഈ സെറ്റിംഗ് ആൻഡ് എക്സാമ്പിൾ ഉണ്ടല്ലോ, അവിടെയാണ് അത് തെറ്റിപ്പോയത്. പിന്നീട് ജനറൽ ആയിട്ട് പറയാം, നമ്മുടെ സ്കൂളിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അത് നിങ്ങൾ ആരും അത് ചെയ്യരുത്, അത് ഒരുപാട് ആപത്തിന് വഴി ഉണ്ടാക്കി വെക്കും, നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾക്ക് ഫോൺ ഉണ്ടായിരിക്കാം, നിങ്ങൾക്ക് ആക്സസ് ചെയ്യാമായിരിക്കാം, പക്ഷെ നിങ്ങൾ അത് കെയർഫുൾ ആയിട്ട് ഉപയോഗിക്കണം. സോഷ്യൽ മീഡിയ ഒക്കെ നല്ലതാണ്, പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം എന്ന് പറയാമായിരുന്നു. പക്ഷെ അവിടെ ഒരു വാളിച്ച ഉണ്ടായോ എന്നുള്ളതാണ് വലിയ ചോദ്യമായിട്ട് നിൽക്കുന്നത്. ശ്രീമതി കെ അജിലയിലേക്ക് ഞാൻ വരാം, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ചർച്ച തുടരുമ്പോൾ ശ്രീമതി അജിലയിലേക്കാണ് ഞാൻ പോകുന്നത്. ശ്രീമതി അജില, താങ്കളുടെ അധ്യാപിക കൂടിയാണ്. ഒരു രക്ഷകർത്താവ് എന്ന രീതിയിൽ ഈ ഒരു വാർത്ത ആദ്യം കേട്ടപ്പോൾ, ഞാനൊരു അമ്മയാണ്, പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത്, അയ്യോ എൻ്റെ കുഞ്ഞ് എന്നോട് സ്കൂളിലെ കാര്യങ്ങളൊന്നും എല്ലാ കാര്യങ്ങളും ഒന്നും വന്ന് തുറന്നു പറയാറില്ലല്ലോ, ഞാനിനി അവനെ കേൾക്കാതെ പോകുമോ, അങ്ങനെയുള്ള ഭയം ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ രക്ഷകർത്താക്കൾക്കുണ്ടാകും. കാരണം നമ്മളെക്കാൾ കൂടുതൽ സമയം അവർക്കൊപ്പം ഉണ്ടാകുന്നത് നിങ്ങളാണ്. അത് വെറുതെ അങ്ങ് പറഞ്ഞു പോകല്ല, നിങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു അധ്യാപിക എന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് ഈ വാർത്തയെ കേട്ടത്? നേരത്തെ പറഞ്ഞു അത് എല്ലാവരെയും അടച്ചാക്ഷേപിക്കലല്ല, എങ്കിൽ പോലും ആ പറഞ്ഞ ആ ഒരു അധ്യാപിക, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെങ്കിൽ ആ ഒരു അധ്യാപിക കാരണം ആ ജീവൻ ഇല്ലാതായിരിക്കുകയാണ്. ആദ്യം ഞാൻ പറയട്ടെ, നമ്മളിപ്പോഴും ജഡ്ജ്മെന്റൽ ആവാനുള്ള സമയമായിട്ടില്ല. നമ്മൾ കേൾക്കുന്ന വേർഷൻ വെച്ചാണ് നമ്മൾ പറയുന്നത്. എന്താണ് സംഭവിച്ചത് എന്നുള്ളത്
കൃത്യമായി അന്വേഷണം നടത്തിയാലേ അറിയൂ. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉള്ള ഒരു വേർഷനും അതല്ല ടീച്ചർ ജനറൽ ആയിട്ടാണ് പറഞ്ഞത് എന്നുള്ള ഒരു വേർഷനും ഉണ്ട്. അതായത് ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടായി, 4-5 പേര് അതിൽ ഇൻവോൾവ് ആയി, അപ്പോ നിങ്ങൾ അങ്ങനെ ഫോൺ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് ജനറലായ ഒരു ഉപദേശമാണ് ക്ലാസ്സിൽ നൽകിയത് എന്ന് പറയുന്ന കുട്ടികളെയും നമ്മൾ കണ്ടു ന്യൂസിൽ തന്നെ. അപ്പോ എന്താണ് നമുക്കിപ്പോ ഒരാളെയും നമുക്കിപ്പോ എന്താ പറയാ രക്ഷിക്കാനും പറ്റില്ല, ശിക്ഷിക്കാനും പറ്റില്ല. നമ്മൾ കൃത്യമായ അന്വേഷണം നടത്തിയിട്ട് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്തണം. അതാണ് ആദ്യം പറയാനുള്ളത്. മറ്റൊന്ന്, അധ്യാപികയായാലും രക്ഷിതാവായാലും നമുക്ക് വളരെ ഷോക്കിംഗ് ആണ് ഇങ്ങനെ ഒരു ന്യൂസ്. ആ കുട്ടിക്ക് അവസാന നിമിഷത്തൊന്ന് ഓടിച്ചെന്ന് ആരോടെങ്കിലും മനസ്സ് തുറക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ, ആരെങ്കിലും അവന്റെ അടുത്തുണ്ടായിരുന്നു, അവനെ കേൾക്കാനുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോ കേൾക്കാൻ തയ്യാറാവുക, കുട്ടികളെ കേൾക്കാൻ തയ്യാറാവുക. അതാരാണെങ്കിലും, അധ്യാപകരാണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും അതാണ് ഏറ്റവും പ്രൈമറി ആയിട്ട് വേണ്ടത്. ചേർത്ത് പിടിക്കാൻ, എന്താണോ തെറ്റ് പറ്റിയെങ്കിൽ ആ തെറ്റ് തന്നെ ഇനി മുന്നോട്ട് പോകാം, അതിൽ നിന്ന് നമുക്ക് തിരുത്തി മുന്നോട്ട് പോകാൻ കഴിയും എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ അവനെ ചേർത്ത് പിടിക്കാൻ ഒരാൾ ഉണ്ടാവണമായിരുന്നു. അത് എന്തുകൊണ്ടോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ കാരണം. രക്ഷിതാക്കളാണെങ്കിലും അധ്യാപകരാണെങ്കിലും ഒക്കെ ചെയ്യേണ്ടത് അത് തന്നെയാണ്. ചേർത്ത് പിടിക്കുക, കാര്യങ്ങൾ അവരെ കേൾക്കുക, അവർക്ക് പറയാനുള്ളത് കേൾക്കുക. ഇനി ഒരു വഴി അടയുന്നില്ല, അതിന് അപ്പുറത്തേക്ക് വേറൊരു വഴി ഉണ്ട് എന്നവരെ ബോധ്യപ്പെടുത്തുക. അത് ഈ ഒരു പ്രായത്തിൽ നേരത്തെ സഹപാനലിസ്റ്റ് പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ അവർക്കറിയാം, ഒരുപാട് കാര്യങ്ങൾ അവർ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം ഒരു സ്ഥിരം പ്രശ്ന മേഖലയായിട്ട് നമ്മൾ സ്കൂളുകളിൽ കാണുന്നുണ്ട്. കാരണം എപ്പോഴും എല്ലാ പ്രശ്നങ്ങളിലും ഇൻസ്റ്റാഗ്രാം ഒരു പേഴ്സൺ ആയിരിക്കും. ഇൻസ്റ്റാഗ്രാമിൽ നടന്ന സംഭാഷണം, ഇൻസ്റ്റാഗ്രാമിൽ നടന്ന അന്യോന്യമുള്ള പോർവിളി, ഇതെല്ലാം സ്ഥിരമായി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പുതിയ കാലത്ത്, AI കാലത്ത്, പുതിയ ടെക്നോളജിയുടെ കാലത്ത്, അതുപോലെ തന്നെ വലിയ സമ്മർദ്ദങ്ങളുടെ കാലത്ത് കുട്ടികൾക്കുണ്ട് പഠനത്തിന്റെ സമ്മർദ്ദവും, അതുപോലെ തന്നെ കാലഘട്ടം അവരിൽ ഏൽപ്പിക്കുന്ന ഒരുപാട് സമ്മർദ്ദങ്ങളുണ്ട്. അതുപോലെ തന്നെ കേൾക്കാൻ ആളില്ലാത്തതിന്റെ അതാണ് ശ്രീമതി അജിത, ഞാൻ അതിൽ ഒരു ചോദ്യം കൂടി, ഒരു ഉപചോദ്യം കൂടി ഞാൻ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ സമയം അവസാനിക്കുകയാണെങ്കിലും ഒരു ചോദ്യം കൂടി. അതായത് നിങ്ങൾക്ക് അധ്യാപകർക്ക് ഈ പഠിപ്പിക്കുക എന്നുള്ളത് തന്നെ വലിയ ഉത്തരവാദിത്തമാണ്. അതിന് ഉൾപ്പെടെയാണ് ഈ വ്യക്തിത്വ വികസനം എന്നുള്ള വലിയൊരു ഇതും കൂടി നിങ്ങളുടെ ചുമലിലേക്ക് വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ സമയം നിങ്ങളുടെ അടുത്താണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അവിടെ അങ്ങനെ ഒരു സമയം കിട്ടാറുണ്ടോ കുഞ്ഞുങ്ങളുമായിട്ട്? പഠിത്തത്തിന് അപ്പുറത്തേക്ക് നിങ്ങൾക്ക് അവരുമായി മിങ്കിൾ ചെയ്യാനോ ഇത്തരത്തിൽ സൗഹാർദ്ദപരമായി സംസാരിക്കാനോ ഒക്കെ സമയം കിട്ടാറുണ്ടോ? പുതിയ കാലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മത്സരമാണല്ലോ. അതുകൊണ്ട് തന്നെ അധ്യാപന മേഖലയ്ക്കും ഈ നല്ല മത്സരം ഉണ്ട്. അപ്പോ നല്ല ശരി സമയക്കുറവ് എന്ന് പറയുന്നത് വലിയൊരു ഘടകമായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും ഏതാണ്ട് എല്ലാ അധ്യാപകർക്കും അവരുടെ മക്കളെ നന്നായിട്ട് അറിയാം. അവര് ഓരോ കുട്ടിയുടെയും വീട്ടിലെ പ്രശ്നങ്ങൾ, ഇപ്പൊ ഓരോ കുട്ടിയുടെയും അമ്മയോ അച്ഛനോ മനസ്സിലാക്കാത്ത പ്രശ്നങ്ങളും പോലും ടീച്ചേഴ്സ് മനസ്സിലാക്കി അച്ഛനെയും അമ്മയെയും വിളിച്ചറിയിച്ച്, അല്ലെങ്കിൽ അവരെ കൗൺസിലിങ്ങിന്, നമ്മുടെ സ്കൂളുകളിലെല്ലാം ഇപ്പൊ കൗൺസിലർ ഉണ്ട്. ഇപ്പൊ കൗൺസിലറുടെ അടുത്ത് പറഞ്ഞു വിട്ട് അവരിലൂടെ അച്ഛനോടും അമ്മയോടും സംസാരിച്ചൊക്കെ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ട്. നമ്മൾ കാണുന്നതിനും ഒക്കെ അപ്പുറത്ത് ഒരുപാട് ടെൻഷനുകളും പ്രതിസന്ധികളും നമ്മുടെ കുട്ടികൾക്കുണ്ട്. അത്തരം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ദിവസേന എന്നോണം പരിഹരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ സ്കൂളുകളിലും. അപ്പോ അത് അങ്ങനെ അവരുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും പരിഹരിക്കാൻ ശ്രമിക്കുകയും അവർക്ക് വേണ്ട സപ്പോർട്ട് നൽകുകയും ഒക്കെ ചെയ്യുന്ന ഒരു വിഭാഗമാണ് അധ്യാപകർ. വളരെ നിങ്ങൾ പലപ്പോഴും നമ്മൾ തന്നെ വാർത്തകളും കാണാറുണ്ട്, അങ്ങനെ ടീച്ചർമാരെ ഇടപെട്ട് പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി കൗൺസിലിങ്ങിന് വിട്ടതും എല്ലാം. അപ്പോ അങ്ങനെ ദിനേന എന്നോണം ഒരുപാട് പ്രശ്നങ്ങളിൽ അധ്യാപകർ കുട്ടികളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നുണ്ട്. അവരെ നല്ല രീതിയിലേക്ക് അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവർക്ക് ആവശ്യമായ കൈത്താങ്ങ് കൊടുത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ
ഏതെങ്കിലും പർട്ടിക്കുലർ ഇഷ്യൂ ഉണ്ടാവുമ്പോൾ ആ ഇഷ്യൂവിനെ കൃത്യമായി അനലൈസ് ചെയ്ത് അവിടെ അതിന്റെ പ്രശ്നം എന്താണ് എന്ന് അറിയുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും നമ്മൾ അത് തന്നെയാണ് ഈ ചർച്ചയിലൂടെ ഉദ്ദേശിച്ചത്. ആരെയും കുറ്റപ്പെടുത്താനോ ഓർമ്മപ്പെടുത്താനോ ഉള്ളതായിരുന്നില്ല ഈ ഒരു ചർച്ച എന്ന് പറയുന്നത്. ഈ കുട്ടികളുടെ മാനസികാവസ്ഥ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ 3 തലങ്ങളും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ നമ്മുടെ സമയം അവസാനിക്കുന്നതുകൊണ്ട് ഇടപെടുകയാണ്. വളരെയധികം നന്ദി ശ്രീമതി ഒരു ലക്ഷ്മി. വാചകം കൂടി ഞാൻ പറയാം. പറയൂ. നമുക്ക് ആർക്കും രക്ഷിതാവാം, ആർക്കും അച്ഛനോ അമ്മയോ ആവാം. പക്ഷെ അച്ഛനും അമ്മയും ആവുമ്പോൾ അവർക്ക് ഉണ്ടാവേണ്ട ഒരു ബോധ്യത്തിലേക്ക് നമ്മുടെ സമൂഹം അവരെ എത്തിക്കുന്നില്ല എന്നുള്ള ഒരു അവസ്ഥ ഇപ്പൊ നമുക്കുണ്ട്. നല്ല പാരന്റിങ് അവയർനെസ്സും അതുപോലെ തന്നെ അധ്യാപകർക്കും അവയർനെസ് കൊടുക്കേണ്ടതുണ്ട് ഈ വിഷയത്തിൽ. പാരന്റിങ്ങിലും അതുപോലെ തന്നെ അധ്യാപനത്തിലും അവയർനെസ്, ഈ സൈക്കോളജിക്കൽ അവയർനെസ് വീണ്ടും നേരത്തെ എല്ലാ ബിഎഡും ട്രെയിനിങ്ങും ഒക്കെ ഉണ്ടെങ്കിലും അത് കൂടുതൽ കൃത്യമായി ഒന്നുകൂടി മെച്ചപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പാരന്റിങ്ങിൽ കൃത്യമായ ഇടപെടൽ നടത്തേണ്ടതുണ്ട്. ഇടപെടൽ കൃത്യമായിട്ട് നടക്കുന്നില്ല. ശരി, തീർച്ചയായിട്ടും വളരെയധികം നന്ദി താങ്കളുടെ വാക്കുകൾക്ക്. ശ്രീമതി ലക്ഷ്മി, വളരെയധികം നന്ദി. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.